അള്ളാഹുവിന്റെ ഇഷ്ടം നേടിയ 40 ആളുകൾ നമ്മളെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ അൽഹംദുലില്ലാഹ് നമ്മളെ രക്ഷപ്പെട്ടു പോയി സഹോദരങ്ങളെ. 1000 ആള് നൗസാദ് വാഖിയെ കുറിച്ച് പരിഹസിക്കുമ്പോ, കുറ്റപ്പെടുത്തുമ്പോ ഒരുപാട് നിബന്ധന വേണം പ്രസംഗിക്കാൻ, ഒരുപാട് കാശ് മുടക്കണം, പ്രസംഗത്തിന് വിളിക്കുമ്പോ ചെക്ക് എഴുതി കൊടുക്കണം, ഏസി വേണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളമ്പുമ്പോ എന്ന മനസ്സറിഞ്ഞറിയുന്ന 10 ചെറുപ്പക്കാര് പറയുന്നില്ല, ഉസ്താദെ ഞങ്ങൾക്കറിയാം, അടുത്തറിയുന്നവർക്ക് മാത്രമേ മനസ്സിലാകൂ എന്ന് പറഞ്ഞ് 10 ചെറുപ്പക്കാര് തിരുവനന്തപുരത്ത് പറയുമ്പോ, 10 ചെറുപ്പക്കാര് കൊല്ലത്ത് പറയുമ്പോ, അല്ലാഹുവേ കേരളത്തിന്റെ 14 ജില്ലകളിൽ നിന്ന് നീ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരു 40 ആളുകളെ പടച്ചവരെ ഈ പാവപ്പെട്ടവര് വേണ്ടി തിരഞ്ഞെടുക്കണേ അല്ലാഹ്. ഞാൻ അങ്ങനെയാണ് മനസ്സുകൊണ്ട് ദുആ അരക്കുന്നത്. നിങ്ങളും അങ്ങനെ ദുആ ചെയ്യണം. ആ ഒരു ഭാഗ്യം എന്റെ പെങ്ങളെ നിനക്ക് കിട്ടിയാൽ, ആ ഒരു സൗഭാഗ്യം എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് കിട്ടിയാൽ രക്ഷയുറപ്പാണ്, രക്ഷയുറപ്പാണ്, രക്ഷയുറപ്പാണ്. അതിന് വഴി ഞാൻ പറഞ്ഞു തരട്ടെ. ഇന്നത്തെ മജ്‌ലിസിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റുമോ? കാരേറ്റ് പള്ളി, അല്ലാഹുവിന്റെ പള്ളി, ആ പള്ളിയുടെ മുകൾ ഭാഗത്ത് നായ കടന്നാൽ, ആ പള്ളിയുടെ മുകൾ ഭാഗത്ത് പൂച്ച മലമൂത്ര വിസർജനം നടത്തിയാൽ, ആ പള്ളിയുടെ മുകൾ ഭാഗത്ത് നജസ് വന്നാൽ, ആ പള്ളിയുടെ മുകൾ ഭാഗത്ത് പക്ഷികൾ ഇങ്ങനെ മലമൂത്ര വിസർജനം നടത്തിയാൽ, അല്ലാഹുവേ പള്ളിയുടെ താഴ്ഭാഗം അതിന്റെ മുകൾ ഭാഗം അങ്ങേയറ്റം വരെ പടച്ചോരുള്ളതാ. അത് സൂക്ഷിച്ചില്ലെങ്കിൽ അതിന്റെ പരിണിതഫലം നമുക്കുള്ളതാ. പടച്ചവരെ അതിനെ മാറ്റാൻ വേണ്ടിയിട്ട്, അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ സ്വർഗത്തിന്റെ മജ്‌ലിസിലിരുന്നുകൊണ്ട് ഒരു സ്വർഗ്ഗനിയ്യത്ത് ചെയ്യുകയാണ്. എന്റെ സഹോദരങ്ങളോട് ഒരു കാര്യം ഞാൻ ആമുഖമായി പറയുകയാണ്. കാരേറ്റ് പള്ളിക്ക് വേണ്ടി പൈസ ഉണ്ടാക്കി കൊടുക്കാമെന്ന് എഗ്രിമെന്റ് ചെയ്തിട്ടില്ല. എന്റെ ഉത്തരവാദിത്തമാണ് പറയലും ചോദിക്കലും. നിങ്ങളിൽ കഴിവുള്ളവർക്ക്, തൗഫീഖുള്ളവർക്ക് കൊടുക്കൽ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ആരെയാണോ അള്ളാഹു ഉദ്യമത്തിന് തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. ലക്ഷക്കണക്കിന് രൂപ ഉത്സവത്തിന് വേണ്ടി പാഴാക്കുന്ന കച്ചവടക്കാരാ, ആർച്ച കെട്ടാനും കോലം കെട്ടാനും 10,000 കൊടുക്കുന്ന പ്രിയപ്പെട്ടവരെ, താല്പര്യമുണ്ടോ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി പടച്ചറപ്പിന്റെ പള്ളിയുടെ മുകൾ ഭാഗത്ത് ആ ഒരു സന്തോഷത്തിന് വേണ്ടി ഒറ്റ നിയ്യത്തോടെ ചെയ്യാ? പടച്ചവനെ നല്ല മരണം കിട്ടാനും ആ മരണപ്പെട്ട് അണക്കുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ പൊരുത്തമുള്ള 40 പേരും നന്മ പറയാനും സാധാരണക്കാരല്ല. 40 സ്വാലിഹീങ്ങൾ, 40 സജ്ജനങ്ങൾ, 40 അള്ളാഹുവിന്റെ ഇഷ്ടക്കാര്, അവനെ കുറിച്ച് മധു പറയാനുമുള്ള നിയ്യത്തോട് ആദ്യമായിട്ടൊരാ ആദ്യമായിട്ടൊരാ നിങ്ങൾ പാവപ്പെട്ടവരാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെ പറയാ. എന്റെ കയ്യിലൊന്നുമില്ല അല്ലാഹ്, ഞാൻ സാധുവാണ് പടച്ചവന്. പക്ഷേ ഈ പേമാരി തകർത്ത് നിവർത്ത് പോലെ കാരേറ്റ് ദാറുസ്സലാം പള്ളിയുടെ തിരുമുമ്പിലുള്ള സ്വർഗത്തിന്റെ വേദി നീ കാണുന്നുണ്ടല്ലോ അല്ലോ. ഇവിടെ പറന്നിറങ്ങിയ മലക്കിനെ നീ അറിയുന്നുണ്ടല്ലോ അല്ലോ. ഈ ജനസാഗരത്തിന്റെ മനസ്സ് നിനക്കറിയാമല്ലോ അല്ലോ. പള്ളിയുടെ അവസ്ഥാവിശേഷം നിനക്കറിയാമല്ലോ അല്ലോ. അതുകൊണ്ട് 40 സ്വാലിഹീങ്ങൾ, ഞാനറിയാതെ നീ അറിയുന്ന, നീ ഇഷ്ടപ്പെടുന്ന 40 പേര് ഞങ്ങൾ മരിക്കുമ്പോ നീ തിരഞ്ഞെടുക്കണമല്ലോ എന്ന നിയ്യത്തോടെ ആദ്യമായിട്ട് ഒരു 40,000 രൂപ അല്ലാഹു നിങ്ങൾക്ക് സമ്പത്ത് അനുകരിപ്പിച്ചു തരട്ടെ, ഇരട്ടിപ്പിച്ചു തരട്ടെ, ഏറെയാക്കി തരട്ടെ, വിജയം തരട്ടെ. ആർക്ക് പറയാ മനസ്സ് വരുമ്പോ പടച്ചവരെ നീ ഒഴിവാക്കല്ലേ അല്ലാഹ്. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി മറ്റൊരാളുടെ മുന്നിൽ പോയി ഈ പറയുന്ന സഹോദരന് കൈനീട്ടുന്ന ഗതികേട് ഒരിക്കലും കൊടുക്കല്ലേ അല്ലോ. മക്കളെ യതീമീങ്ങളാക്കല്ലേ അല്ലോ. ദാരിദ്ര്യത്തിന്റെ നീച്ചുടിയിൽ കെട്ടപ്പെടുത്തല്ലേ അല്ലോ. നിന്റെ പള്ളിക്കാണല്ലോ ഞങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള റബ്ബേ, നിന്റെ പരിശുദ്ധ ഭവനത്തിനാണല്ലോ. നല്ല മനസ്സോടെ ഒരാൾ. 4ാമത് പൊട്ടിച്ചിരിക്കാൻ പാടില്ലാത്ത സ്ഥലം എവിടെയെന്നറിയോ? ഇന്ദൽ അദാനി, ബാങ്ക് കേൾക്കുന്ന സമയത്ത്. ബാങ്ക് ഒരു വലിയ കാര്യമാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ പള്ളിക്കകത്ത് ബാങ്ക് വിളിക്കുക എന്ന് പറയുന്ന ഒരു വലിയ പുണ്യകർമ്മമാണ്. ഇന്ന് വരെ ഏതെങ്കിലും ഒരു പള്ളിയിൽ ളുഹറിനോ അസറിനോ സുബഹിക്കോ മഗ്‌രിബിനോ ഇശായിനോ എപ്പോഴെങ്കിലും ഒരു വഖത്ത് പള്ളിയുടെ മൈക്കിലൂടെ, മസ്ജിദിന്റെ മൈക്കിലൂടെ ഞാൻ ബാങ്ക് വിളിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുള്ളവരെന്ന് കൈപൊക്കിയെ എത്ര ഉണ്ടെന്ന് കൂടി. ഏതെങ്കിലും പള്ളിയിൽ ഏതെങ്കിലും ഒരു വഖത്തിന് മൈക്കിലൂടെ ഞാൻ ബാങ്ക് വിളിച്ചിട്ടുള്ളവരെന്ന് കൈപൊക്കി. ഞാൻ വിളിച്ചിട്ടുണ്ട്, ഞാൻ പൊക്കുക. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ആളുണ്ട്, ഒരുപാട് ആളുണ്ട്. എന്നെയാണോ പള്ളി ജോലിക്ക് ആളെ കിട്ടാത്തത്? ഇഷ്ടംപോലെ ആളുണ്ട്. പള്ളി സെക്രട്ടറി വിളിക്കണം, പള്ളിയിലെ ഖത്തീബ് വിളിക്കണം, ചീഫ് ഇമാമ് വിളിക്കണം, അസിസ്റ്റന്റ് ഇമാമ് വിളിക്കണം, എല്ലാ ഇമാമികളും വിളിക്കണം. ബാങ്ക് വിളിച്ചെന്ന് പറഞ്ഞ് ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. സിറാജ് ഉസ്താദ് വിളിച്ചിട്ടുണ്ടോ? ഇനി വിളിക്കലോ, വലിയ പ്രഭാഷകനൊക്കെ ആയിപ്പോ. ഇനിയിപ്പോ വലിയ പാടാണ്. ആള് പാവട്ടോ, ബാങ്കൊക്കെ വിളിക്കും. ഉസ്താദ് ഉസ്താദൊക്കെ വിളിച്ചിട്ടുണ്ട്. ഞാനിപ്പോ തടസ്സം പിടിക്കുമ്പോഴേ വിളിക്കും. അല്ലാതെ ഇപ്പോഴും അട്ടക്കുളങ്ങര പള്ളിയിലെ ഇമാമായിട്ടിരുന്നപ്പോഴും ഞാനൊരു ദിവസം വിളിച്ചിട്ടുണ്ട്. അസർ നിസ്കാരത്തിന് വെള്ളിയാഴ്ച
അപ്പൊ അതെന്താ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അതൊരു നല്ലതാണ്, നല്ല കാര്യമാണ്. ബാങ്ക് വിളി ഇത്ര ചെറിയ കാര്യമല്ല, ബാങ്ക് വിളി ചെറിയ കാര്യമല്ല. ബഹുമാനപ്പെട്ട അന്ന ബിലാൽ എന്ന സുഹൈബ റളിയല്ലാഹു തആല അൻഹു അത്തയാ അഹ്ല ബൈത്ത് മിനൽ അറബി ഫഖതബ, അറബികളിൽപ്പെട്ട ഒരു കുടുംബത്തിലേക്ക് ബിലാൽ റളിയല്ലാഹു അൻഹു സുഹൈബ റളിയല്ലാഹു അൻഹു വിവാഹം ആലോചിച്ചുകൊണ്ട് കടന്നു ചെന്ന അവിടുത്തെ പെൺകുട്ടികളെ അവരെ തിരിച്ചു ചോദിച്ചു, നിങ്ങളുടെ ജോലി എന്താണെന്ന് ചോദിച്ചു. സുഹൈബ റളിയല്ലാഹു അൻഹു ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കാല് ചവിട്ടിയിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലിന്റെ മുഅദ്ദീനാണ് എന്ന് നിങ്ങളൊന്ന് പറഞ്ഞൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനത് പറയില്ല, ഞാനത് പറഞ്ഞാൽ എനിക്ക് പെണ്ണപ്പോഴേ അവർ തരും, പക്ഷേ ഞാൻ പറയാത്തത് അത് പറഞ്ഞിട്ട് ഞാൻ കല്യാണം കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോ അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു ഇനി നീ ബാങ്ക് വിളിക്കേണ്ടെന്ന് പറഞ്ഞാൽ അപ്പൊ ഞാൻ പെണ്ണിന്റെ കുടുംബത്തെ പറഞ്ഞു പറ്റിച്ചതാവൂലേ, അതുകൊണ്ട് ഞാൻ പറയില്ല എന്ന് പറഞ്ഞു. അന്ന് മുഅദ്ദീനാണെന്ന് പറഞ്ഞാൽ പെണ്ണ് കിട്ടും, ഇന്ന് മുഅദ്ദീനാണെന്ന് പറഞ്ഞാലോ ഉള്ള പെണ്ണുകൂടെ കുടുംബത്തിൽ കല്യാണമേ പിന്നെ നടക്കൂല, അറച്ചിലും വെറുപ്പൊക്കെയാണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക്. ഇന്നലെ വന്ന ആലോചന എന്തായി ആരിഫ, അതൊരു പള്ളിയിലെ മേലിയാരാണ്, അത് ശരിയാവും, നമുക്കത് ശരിയാവില്ല. ഇന്ന് പെൺകുട്ടികൾ പറയുന്നത് എന്താണെന്നറിയോ, അള്ളാഹുവെ ഒരു ചെറുപ്പക്കാരനോട് ഫോണ് റെക്കോർഡ് ചെയ്തിട്ടിരിക്കുകയാണ്, അവനോട് അവന്റെ ഗേൾ ഫ്രണ്ട് വിളിച്ചു പറഞ്ഞു അത്ര, എടാ ഇപ്പൊ വരുന്ന ചെറുപ്പക്കാരൊന്നും എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല, എനിക്ക് നിന്നെ പോലെ അല്പസ്വല്പം ബിയറൊക്കെ അടിക്കുന്നവനും മതിയെന്ന്. ഇന്ന് പെൺകുട്ടികൾ കലാനിഷ്ടം, അല്പമൊന്ന് മിനുങ്ങുന്നവൻ മതി എന്നാണ് പറയാ. മാഹിത്തെ പെമ്പുളരെ കണ്ടുക, ചൊക്ലീത്തെ പെമ്പുളരെ കണ്ടുക, കണ്ടിട്ടില്ലേ, വാ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇന്ന് 17കാരിയുടെ പാട്ട്. ആ പെൺകുട്ടി എന്നെ വിളിച്ചു, സിറാജ് ഉസ്താദിനെ വിളിച്ച് കുറേ കൊടുത്തു. സിറാജ് ഉസ്താദ് പറഞ്ഞു, നിനക്ക് പറ്റിയ നമ്പർ ഞാൻ തരാം, ഉസ്താദ് വിളിച്ചാൽ ഇതിന്റെ മാഹിത്തെ പെണ്ണൊക്കെ ഇപ്പൊ കബൂലാക്കി തരുന്നത്. അരമണിക്കൂർ കൊണ്ട് റെഡിയാക്കി കൊടുത്തിട്ട്, സംഭവമൊക്കെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. ഫോണിലൂടെ സംസാരിച്ചു, നാദാവൃത് പ്രസംഗിക്കാൻ വരുമ്പോൾ വീട്ടിൽ വരണം, പിന്നെ എന്റെ ഉമ്മ എന്റെ ഉപ്പ അവരൊക്കെ ചേർന്നിരുന്നു കൊണ്ട് ഇനി ഈ മേഖലയിൽ ഞാനില്ല എന്ന രീതിയിൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞു. അല്ലാഹു അലം, എന്താ ഒന്നും എവിടെ ചെന്ന് അവസാനിച്ചാലും തീരട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഇതൊക്കെ വെറും രസവും സുഖവും ഒക്കെയാണ്. അതിൽ നമ്മൾ പെട്ടുപോകരുത്. അള്ളാഹുവിന്റെ പള്ളി മിനാരത്തിലൂടെ ബാങ്ക് വിളിക്കാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, എന്റെ ജീവിതത്തിൽ സമയം പോലെ ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് കാര്യങ്ങൾ നിർവഹിക്കാൻ എനിക്ക് കഴിയുമായിരുന്നെങ്കിൽ ഒരു പള്ളിയിൽ 5 നേരം ബാങ്ക് വിളിക്കുന്ന മുഅദ്ദീനാകാൻ ഞാൻ ഇഷ്ടപ്പെടുമായിരുന്നു എന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. വളരെ പുണ്യമാണ്. ഏറ്റവും അധികം മനസ്സ് നിറഞ്ഞു പോകുന്ന ബാങ്ക്, കേട്ടാൽ കരഞ്ഞു പോകുന്ന ബാങ്ക് എവിടെ നിന്നാണ് നമ്മൾ കേൾക്കുന്നതെന്നറിയാം. കേട്ടാൽ കരഞ്ഞു പോകും. എവിടെന്നാ? മക്കയിൽനിന്നാണോ? മക്കയിൽ നിന്നല്ല പ്രിയപ്പെട്ടവരെ, പിന്നെ എവിടെ നിന്നാണ്? തോഹാ നീലാവേ യാസീൻ പോലിവേ ഇഷ്കിൻ മധുമലരേ ദൂതരേ കനവിൽ വരാത്തതെന്താ? തോഹാ നീലാവേ യാസീൻ പോലിവേ ഇഷ്കിൻ മധുമലരേ ദൂതരേ ശൗക്കിൻ നിറദീപമേ ആരേ കനവിൽ വരാത്തതെന്താ? ലോകത്തെവിടെ നിന്നുകൊണ്ട് ബാങ്ക് കേട്ടാലും വിശ്വാസികളുടെ മനസ്സൊന്ന് ഇടറിപ്പോകുമെങ്കിൽ സുബ്ഹാനല്ലാഹ്, മസ്ജിദുൻ നബവിയുടെ മിനാരത്തിലൂടെ മുത്ത് റസൂലിന്റെ പേര് പറയുന്ന ബാങ്കിന്റെ ധ്വനികൾ എന്റെ മുമ്പിൽ നിൽക്കുന്ന ചെറുപ്പക്കാരാ നിനക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? റൗള ശരീഫിന്റെ മുറ്റത്ത് പോയി നിന്നിട്ട്, മസ്ജിദുൻ നബവിയുടെ അകത്തളത്ത് നിന്നിട്ട്, അല്ലാഹുവേ പടച്ചവനെ അതിന്റെ മുനാരത്തിലൂടെ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന ബാങ്ക് വിളിക്കുമ്പോ കരയാതെ കേട്ടു നിൽക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളെ കൊണ്ട് കഴിയുമോ? എന്തോ ഒരു രസമാണ്, എന്തോ ഒരു സുഖമാണ്. കരിനാഗപ്പള്ളിയിലെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ മദീനത്തിൽ നിന്നിട്ട് ഫോൺ വിളിച്ചതാ, ഉസ്താദേ ഒരുപാട് മജ്‌ലിസിൽ ഞാൻ ബക്കറ്റിലേക്ക് സ്വതക്കയിട്ടത് മദീനത്തിൽ നിന്ന് മരിക്കണമെന്ന നിയത്തോടെയാണ്. ഉസ്താദേ ഇന്ന് 4 മണിക്ക് മദീനത്തിൽ നിന്ന് തിരിച്ചു നാട്ടിലേക്ക് വരികയാ. മരിച്ചിട്ടില്ല ഉസ്താദേ, ഞാൻ മരിച്ചിട്ടില്ല. എനിക്ക് മദീനത്തിൽ നിന്ന് വരാൻ കഴിയുന്നില്ല, എനിക്ക് മദീനത്തിൽ നിന്ന് വരാൻ കഴിയുന്നില്ല. എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും അധികം പൊട്ടിക്കരഞ്ഞത്
മദീനത്തോ സ്വർഗത്തിന്റെ പൂങ്കാവനമെന്ന് മുത്തുനബി തങ്ങൾ പറഞ്ഞ പുണ്യ സ്ഥലത്തിരുന്ന അവിടെ ഒരുപാട് നിസ്കരിച്ചു ഉസ്താദേ, ഒരുപാട് ദുആ ചെയ്തു ഉസ്താദേ. പക്ഷേ ഞാൻ മരിക്കുന്നില്ല, 4 മണിക്ക് തിരിച്ചു പോകാൻ എന്റെ കൂടെ വന്നവരൊക്കെ പറഞ്ഞിരിക്കുകയാ. അതുകൊണ്ട് ഉസ്താദേ മണിക്കൂറുകൾ മാത്രമാണ് മദീന എനിക്ക് കാണാൻ പറ്റുക. ഇനി എന്നാണ് മക്കത്തേക്ക് മദീനത്തേക്ക് വരാൻ പറ്റാന്നറിയില്ല. എങ്ങനെ സലാം പറഞ്ഞുകൊണ്ട് വരും ഉസ്താദേ? അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. എങ്ങനെ സലാം പറഞ്ഞിട്ട് മദീനയുടെ മലർവാടിയുടെ പൂങ്കാവനത്തിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങും ഉസ്താദ് കഴിയുന്നില്ല. അതുകൊണ്ട് മരിക്കാൻ വേണ്ടി ദുആരക്കണേ. ഞാൻ പറഞ്ഞു എന്റെ ഭാര്യ എന്റെ മക്കളൊക്കെ ഇല്ലേ? എത്രയോ തവണ ശാസ്താംകോട്ടയിൽ പ്രസംഗത്തിന് പോയപ്പോ കുടുംബസമേതം വന്ന സഹോദരനാ. അല്ലാഹു 2 ആൺകുട്ടികളുടെ ഉപ്പയാണ്. ആ മക്കളെയൊക്കെ നിനക്ക് മറക്കാൻ പറ്റുമോ? ഉസ്താദേ ഉസ്താദേ നിങ്ങളല്ലേ പറഞ്ഞിട്ടുള്ളത് അന്തവും അബൂ മറൈനാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. ഒരു ഉമ്മ തരാത്ത, ഒരു ഉപ്പ തരാത്ത, ഒരു മകനും തരാത്ത, ഒരാളും തരാത്ത, ഒരാളും തരാത്ത സ്നേഹം തന്ന നാരകന്റെ മുമ്പ് നിന്ന് മക്കളെ ഓർക്കാൻ, ഭാര്യ ഓർക്കാൻ എനിക്ക് കഴിയുന്നില്ല. എനിക്ക് മരിച്ചാവടി എന്ന് പറഞ്ഞ പൊട്ടിക്കരഞ്ഞ ആ പുണ്യ മദീനത്തിരുന്നു കൊണ്ട് മുത്തുനബി തങ്ങളെ ബാങ്ക് കേൾക്കാ. എന്റെ ചെറുപ്പക്കാരാ, നിനക്ക് കഴിയുമോ? അങ്ങനെ ഒരു ഭാഗ്യം നിനക്ക് കിട്ടിയാൽ ഒന്ന് കരയണം പൊന്നുമോനെ, ഒന്ന് കരയണം പൊന്നുമോനെ. പെങ്ങളെ, ഏപ്രിൽ മെയ് മാസം ഇങ്ങനെ കടന്നു വന്നപ്പോ ദുബായിൽ പോകണമെന്ന് വാശി പിടിച്ച കാരേറ്റ് വന്ന പെങ്ങളെ, ദുബായില് ഏപ്രിൽ 4-ാം തീയതി അബൂദാബിയുടെ ഓഡിറ്റോറിയത്തിൽ പട്ടുമാന്റെ ഫൈലുണ്ട്. എത്ര പെങ്ങളാ ഭർത്താവിനോടൊത്ത് വിസ ചോദിച്ച് കടന്നുപോയത്? എത്ര പെങ്ങളാ? അല്ലാഹുവേ, അബൂദാബിയിൽ ഒരു പരിപാടിക്ക് വേണ്ടി കഴിഞ്ഞ മാസം ഞാൻ അവസാന വാരം കടന്നുപോയപ്പോ കണ്ടടാ, എത്രയോ പ്രിയപ്പെട്ട സഹോദരിമാര്, മഫ്തയിട്ട വറവയിട്ട സഹോദരിമാര് വെക്കേഷൻ ആയതുകൊണ്ട് നാട്ടിൽ നിന്ന് അങ്ങോട്ട് കടന്നു വരികയാണ്. എന്തിനാ വരുന്നതെന്നറിയോ? എന്തിനാ വരുന്നതെന്നറിയോ? നാട്ടിലുള്ള കുടുംബക്കാരുടെ മുന്നിൽ ഞാൻ ഗൾഫിൽ പോയെന്ന് പേരെടുക്കാൻ വേണ്ടി മാത്രമല്ല. അല്ലാഹുവേ, ഹറാമുകൾ ആടിത്തിമിർക്കാൻ അവസരമുള്ള വിദേശ രാജ്യത്തിന്റെ വഴിയോരത്ത് ഏറ്റവും മോഡൽ വസ്ത്രം ധരിച്ചുകൊണ്ട്, ഏറ്റവും ഉയരമുള്ള ഐഹീലിന്റെ ചെരുപ്പ് ധരിച്ചുകൊണ്ട് ഒരു മോഡൽ ഗേളായി നടന്നു പോകുന്ന പെങ്ങളെ, മുതുകൊണ്ട് വെള്ളത്തുണിയിൽ പുരന്ന് അള്ളാന്റെ പള്ളിപ്പറമ്പിൽ കൊണ്ടുവച്ച് 7 or 8 പലക നിരത്തിയിട്ട് പിന്നെ വിടവുണ്ടെങ്കിൽ ആ പലകക്കിടയിലേക്ക് പുല്ലും നിലയും പറിച്ചു വെച്ചുകൊണ്ട് മണ്ണ് വാരിയിട്ട് എല്ലാവരും അങ്ങ് പിരിഞ്ഞു പോയാൽ ഐഹീലിന്റെ ചെരുപ്പ് എവിടെ? ക്യൂടെക്സ് എവിടെ? ലിപ്സ്റ്റിക് എവിടെ? പിരിയം മടിച്ചു കളന്ന പെണ്ണേ, നഖം വളർത്തി വെച്ച പെണ്ണേ, ഓരോ മോഡൽ വസ്ത്രം ഓരോ മോഡലായി ശരീരത്തിൽ കൊണ്ട് നടന്ന പ്രിയപ്പെട്ട പെങ്ങളെ, ആരോടാ ഞാനിത് പറയുന്നത്? ഏതുസ്താദുമാര് പറഞ്ഞാൽ ഒരു കാതിലൂടെ കേട്ട് മറുകാതിലൂടെ കളയുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എവിടെയൊക്കെ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ പോയവളാ, മദീനത്ത് പോകാനെന്ന് കുറിച്ചുകൂടെ പെങ്ങളെ? പോയി നിൽക്കണ്ടേ? അവിടെ പോയി സലാം പറയണ്ടേ? മുത്തുനബി തങ്ങളുടെ പുണ്യ മസ്ജിദ് നബവിയിൽ ഒരു രാത്രി ഇങ്ങനെ കിടക്കണ്ടേ? ഒരു രാത്രി ഇങ്ങനെ നിസ്കരിക്കണ്ടേ? അല്ലാഹുവേ, ഇവിടെ വന്ന സാധുക്കളായ പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കൾക്ക്, സഹോദരങ്ങൾക്ക്, പാവപ്പെട്ടവർക്ക് അല്ലാഹ് അതിനുള്ള ആ ഭാഗ്യവും അവസരവും നീ കൊടുക്കണേ.